നമ്മൾ അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് കൊണ്ട് ചവിട്ടിയിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് എടുക്കാൻ നേരത്തെ കയറ്റവും കൂടി ഉണ്ട്. അപ്പം ബാക്കിൽ തടസ്സമായിട്ട് ഇപ്പോൾ ഒരു കാറുണ്ട്. അപ്പുറത്തെ മിററിൽ കൂടെ നോക്കാൻ നേരത്തെ അപ്പുറത്തുനിന്ന് വേറെ വാഹനങ്ങൾ ഇല്ല. പിന്നെ നമ്മൾ തല പുറത്തിട്ടാണ് നോക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ സൈഡാണ്, ലെഫ്റ്റ് സൈഡ്. നമുക്ക് തടസ്സമുള്ള എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ കണ്ടല്ലോ, ആ നമ്മുടെ വാഹനത്തിൻ്റെ സൈഡും ആ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശവും. അപ്പം അതിൻ്റെ പച്ചക്ക് മീൻസ് അതിൽ മുട്ടാത്ത രീതിയിൽ ഗ്യാപ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ പതുക്കെ കറക്കി എടുക്കേണ്ടത്. ഒരു കാരണവശാലും ഇവിടുന്ന് കറക്കരുത്. ഇവിടുന്ന് കറക്കിയാൽ എന്ത് പറ്റും? അതുമായിട്ട് ചേർന്ന് മുട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് കറക്കാൻ പാടില്ല. ബാക്കിലേക്ക് പതുക്കെ ഇറങ്ങണം. വൈബ്രേഷൻ മുന്നേ നിർത്തിക്കണം. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ട് വണ്ടി ആ വൈബ്രേഷനിലായി. ബാക്കിലേക്ക് പതുക്കെ ആക്സിലേഷൻ കൊടുത്ത് നമുക്ക് പതുക്കെ ഇറങ്ങാം. സ്റ്റിയറിംഗ് കറക്കണ്ട, പതുക്കെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ഓക്കെ, ഇനി പതുക്കെ അതുമായിട്ട് ചേർത്ത് വരുന്നു. ബാക്ക് ബോഡി അതുമായിട്ട് പതുക്കെ ചേർത്ത് വരുന്നു. റൈറ്റ് മിറർ കൂടെ നോക്ക്, ചേർത്ത്. ഇനി നോക്കേണ്ടത് ഈ കാറിന് ബാക്ക് വശമാണ്. ഇനി അതിൽ മുട്ടാൻ പാടില്ല. ഓക്കെ, ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് ഏതൊരു വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ തട്ടത്തില്ല. പോട്ടെ, പതുക്കെ അതിൻ്റെ സൈഡ് എത്തിയില്ലേ? ഇനി ആ സൈഡ് ചേർത്ത് എങ്ങോട്ട് ഇറങ്ങണം? ബാക്കിലേക്ക് വേണം. പോട്ടെ, ഈ പതുക്കെ കറങ്ങി അപ്പുറത്തെ സൈഡും കൂടെ നോക്ക്. റൈറ്റ് മിറർ ഇനി ഇവിടെ നോക്ക്. വേണ്ട, കയറി നമ്മൾ മുകളിലെത്തിയില്ലേ? ഇനി ബാക്കിലേക്ക് ഇറക്കുക. ഇനി ആ ക്ലച്ചിൽ തന്നെയാണ്, പക്ഷേ ബ്രേക്ക് മാത്രം സപ്പോർട്ട് ചെയ്താണ് എന്ത് ചെയ്യേണ്ടത്? ഇറങ്ങേണ്ടത്. മനസ്സിലായോ? ഓക്കെ, തിരിച്ചു വന്നാൽ ഇനി നമുക്ക് തടസ്സമായിട്ട് എന്താ തോന്നുന്നത്? സൈക്കിളാണ്. തിരിച്ചിറങ്ങും. കറക്റ്റ്, തിരിച്ചിറങ്ങും. ബൈക്ക് വണ്ടി ഉണ്ടോ നോക്കും. ഓട്ടോ വന്നിട്ടുണ്ടോ അല്ലേ? ഓട്ടോ ഒന്ന് കയറി പോക്കുന്നു. തിരിച്ചിവിടെ നോക്കും. ഈ വൈറ്റ് ലൈൻ കണ്ടോ? ഇനി ബ്രേക്ക് ഔട്ടറാ ചവിട്ട്, ബ്രേക്ക് ഔട്ട്. ഈ വൈറ്റ് ലൈൻ കണ്ടോ? വൈറ്റ് ലൈൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരുപാട് ചേർന്ന് പോകാൻ പാടില്ല. വൈറ്റ് ലൈനുമായിട്ട് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. വൈറ്റ് ലൈനിൽ കഴിഞ്ഞാൽ പിന്നെ എന്താ കിടക്കുന്നത്? ട്രാവലർ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വരണം. ഏത്? ലെഫ്റ്റ് സൈഡ് തന്നെ. അതിൻ്റെ ഫ്രണ്ട് വശത്തിൻ്റെ റൈറ്റ് സൈഡ് വരണം. ആ വാഹനത്തിൻ്റെ ഫ്രണ്ടിൻ്റെ റൈറ്റ് സൈഡ് വരണം. തിരിച്ചിറങ്ങും. ഇങ്ങനെ തന്നെ പോട്ടെ. ബ്രേക്ക് പതുക്കെ ചവിട്ട്. ഇങ്ങോട്ട് ചേർക്കും. ബ്രേക്ക് ചവിട്ട്, ചവിട്ട്. ഈ സ്റ്റിയറിംഗ് നേരെ പിടിക്കും. പോട്ടെ, നേരെ. അപ്പുറത്ത് വണ്ടി ഉണ്ടോ നോക്ക്. ഇപ്പുറത്തെ സൈഡ് നോക്ക്. കുറച്ച് ലെഫ്റ്റിലേക്ക് വെച്ചാൽ ബ്രേക്ക് ഔട്ട് ചവിട്ട്. ബ്രേക്ക് ലെഫ്റ്റിലേക്ക് വെക്കും. ബ്രേക്കിന്ന് വിടും. ബ്രേക്ക് ഔട്ട്. നേരെ പിടിക്കും സ്റ്റിയറിംഗ്. നേരെ ബാക്കിലേക്ക് പോട്ടെ. ബ്രേക്ക് ഔട്ടിക്കുക. ക്ലച്ച് ഔട്ടിക്കുക. ക്ലച്ച് മുഴുവൻ ചോട്ടാം. നോക്കിയേ, ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തെടുത്തോണം വന്നില്ലേ? ഏത് വശം നോക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് തടസ്സമുള്ളത്. ലെഫ്റ്റ് സൈഡ് നോക്കി, റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി, അങ്ങനെ രണ്ട് സൈഡും ബാലൻസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തത്? ഹാഫ് ക്ലച്ചിൽ റിവേഴ്സ് വന്ന് കയറാൻ വേണ്ടി മാത്രം ഇച്ചിരി ആക്സിലേഷൻ കൊടുത്തു മാത്രം. മനസ്സിലായി? അപ്പോൾ സൈഡ് നോക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായ? സൈഡ് എപ്പോഴും അതിൽ മുട്ടാത്ത രീതിയിൽ ഒരു ഗ്യാപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വാഹനം എന്ത് ചെയ്യാം? റിവേഴ്സ് എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ.